ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് വിർച്വൽ ഫോട്ടോഗ്രാഫി എന്നാണ്. അപ്പോൾ ഈ കൊറോണ ടൈമിൽ വിർച്വൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലില്ല. ഞാനിപ്പോൾ കുറച്ച് ആർട്ടിക്കിൾസ് കണ്ടിട്ട്, മെയിനായിട്ട് ദ വയേർഡ് എന്ന് പറയുന്നൊരു ഓൺലൈൻ മാഗസിൻ, അപ്പോൾ വയേർഡിൻ്റെ ആർട്ടിക്കിളാണിത്. സെൽഫ് ഐസൊലേറ്റിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് ആർ മേക്കിംഗ് റെഡ് ഡെഡ് റിഡംപ്ഷൻ ടു ആർട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സീൻ ടക്കർ, അതുപോലെ തന്നെ വേറൊരു സീൻ ടക്കർ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറുണ്ട്. പിന്നെ ഒരു ഓൺട്രച്ച് വെച്ചക്ക് എന്നൊക്കെ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സ്. അവർ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതൊരു ഗെയിമാണ്, റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതുപോലുള്ള ഗെയിംസിൽ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിർച്വൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് റെഡ് ഡെഡ് റിഡംപ്ഷനിലാണ്. ഇത് നമുക്കെങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ ഞാൻ നമ്മുടെ കുതിരേനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം. കുതിരയുടെ പേരൊക്കെ കാണിക്കാം, നമുക്കത് വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ ഗെയിം വാങ്ങാൻ തന്നെ ഒരു മെയിൻ റീസൺ ഇതാണ്. അവിടെ ഒരാൾ കുതിരപ്പുറത്ത് പോകുന്നുണ്ട്, പുള്ളിയുടെ ഫോട്ടോ എടുത്താൽ നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്കൊന്ന് പറയാം. ബേസിക്കലി നമുക്ക് ക്യാമറ സെറ്റിങ്സ് ഒന്നും ഇതിനകത്തില്ല, DSLR സെറ്റിങ്സ് ഇതിനകത്തില്ല. നമുക്ക് പക്ഷേ ഇതിനകത്തുള്ളത് കോമ്പോസിഷൻ പഠിക്കാനായിട്ട് നല്ലൊരു സംഭവമാണ്. ഇയാളിപ്പോൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കയറുന്ന എടുക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പുള്ളി കയറിപ്പോയി. ഇതിനകത്ത് നല്ലൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് നമുക്ക് കിട്ടും ഗെയിമിനകത്ത്. നമുക്ക് കോമ്പോസിഷൻ പഠിക്കാനായിട്ട് പറ്റിയൊരു സാധനമാണ്. പുള്ളി അങ്ങ് പോയി. ഓക്കെ, നമുക്ക് അങ്ങനെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു മാൻ വരുന്നു, അടിപൊളി. കിട്ടിയില്ല കേട്ടോ, ഒരുത്തം പുറകുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയെന്ന് തോന്നുന്നു സംഭവം. ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ലെവലിലുള്ള സാധനമാണ്. പക്ഷേ ഒത്തിരി അടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സൂം ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊന്നും കൂടെ നോക്കാം. നല്ല നല്ല സംഭവങ്ങൾ നമുക്ക് ക്യാമറയിലാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതുപോലെ ഇതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഒന്ന്, ക്യാമറ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നതും കാര്യങ്ങളുമൊക്കെ. പിന്നെ ക്യാമറ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ക്യാമറ ഉണ്ടെങ്കിൽ പഴയ രീതിയിലുള്ള ക്യാമറയാണ്. അതുപോലെ കോമ്പോസിഷന് മാത്രം ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ സംഭവം. അല്ലാതെ നമുക്ക് എക്സ്പോഷർ കൺട്രോളോ ഇതിപ്പോൾ സ്ലോ ഷട്ടർ വെച്ചിട്ട് വെള്ളം നല്ല പാലരുവി പോലെ ആക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെ ഇവർ കുനിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കാനുണ്ട്. അത് നമുക്കിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ ഫോട്ടോ എടുക്കാൻ അതൊന്നും നമുക്ക് പറ്റത്തില്ല. ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ മൗണ്ടൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഈ അരുവിയും മൗണ്ടനും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ലൊരു പിക്ക് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാക്സിമം സൂംഡ് ഔട്ടാണ് ക്യാമറ. നമുക്ക് നോർമലി സ്ക്രീൻഷോട്ട് എടുക്കാം, പക്ഷേ സ്ക്രീൻഷോട്ടിനെക്കാട്ടും ബെറ്റർ എനിക്ക് തോന്നുന്നു. ഇത് നല്ലൊരു ഫോട്ടോ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു. കുറച്ച് പക്ഷികളൊക്കെ അങ്ങോട്ട് പറന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് പിക്ചറിന്. ഓക്കെ, അപ്പം നമുക്ക് നല്ലൊരു ചിത്രം കിട്ടി. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ. നല്ലൊരു സ്ട്രീം ഫ്രണ്ടിൽ കൂടെ പോകുന്ന പറയുന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മൗണ്ടൻ, കുറച്ച് പക്ഷികൾ പറക്കുന്നു. ഓക്കെ, അങ്ങനെ നല്ലൊരു ചിത്രം കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കോമ്പോസിഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനല്ല, നമുക്കത് എന്താ പറയുക, ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തോ ഒരു മൃഗം നിൽപ്പുണ്ട്, നമുക്ക് പയ്യെ ഒന്ന് പോയി നോക്കാം. കുതിരയാണ് കേട്ടോ. നമ്മുടെ കുതിരയാണോ അതോ വേറെ ആണോ എന്ന് സംശയമുണ്ട്. ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുതിരയുടെ പിക്ചർ എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. സണ്ണപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ആ സണ്ണും കുതിരയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചിത്രം. കുതിര ഓടിപ്പോയിരുന്നാൽ നമ്മൾ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ഓടിപ്പോകും. നല്ലൊരു ചിത്രം. അയ്യോ, ഓടിപ്പോയി. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഇവിടെ വേറൊരു കുതിരയോ എന്തോ വരുന്നു. ഇഷ്ടം പോലെ കുതിരയുണ്ട് കേട്ടോ. ക്യാമറ ഒന്നും കൂടെ നമുക്ക് എടുക്കാം. ക്യാമറ എടുത്താൽ ഇതിൻ്റെ പുറകെ നമുക്ക് ഓടാൻ പറ്റില്ല, അതാണ് മെയിൻ. കുതിര അങ്ങോട്ട് ഓടിപ്പോയി.
ഒരു നാച്ചുറൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പോകുന്ന പോലെ വയ്യെ പോകാം. പക്ഷേ നമുക്കതുപോലെ സൂം ഇല്ല, ഒരു 70-300 ഒന്നും സൂം ഇല്ല. നല്ലൊരു മഴയാണ്. ബാക്കി ഫങ്ഷൻസ് ഒന്നും നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ പറ്റില്ല. കോമ്പസിഷൻ അല്ലെങ്കിൽ ലൈറ്റിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഫോട്ടോസ് എടുക്കാം മുതലായ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇവർ എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുതിര ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുതിര നിൽപ്പുണ്ട്. 2 കുതിരാസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വലിയ വലിയ വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുമ്പോൾ നമുക്കും ചെയ്ത് നോക്കാവുന്നൊരു കാര്യമാണ്. ഇവിടെ 2 കുതിര നിൽപ്പുണ്ട്. അപ്പോൾ ഈ മേളിൽ നിൽക്കുന്ന കുതിരയുടെ പിക്ക് എടുക്കാൻ ശ്രമിക്കാം. നമ്മളൊരു പിക്ക് ഈ പാലമെല്ലാം കൂട്ടി നമുക്കൊരു പിക്ക് എടുക്കാം. അടിപൊളി. ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷൂട്ട് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ കുതിര അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അവിടെ നിന്ന് പോകല്ല കുതിരയെ. ഒരു ഷോട്ട് കിട്ടി. ഇങ്ങോട്ടോ എല്ലാം തിരിയുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറൊരു ക്യാമറയുണ്ട്, പക്ഷെ അത് മേടിക്കാൻ നമ്മുടെ ഇപ്പോൾ പൈസ ഇല്ല. ഓക്കെ, നല്ലൊരു ഷോട്ട് കിട്ടി. ഒരു ഷോട്ടും കൂടെ നമുക്ക് നോക്കാം. തലയൊന്ന് ഉയർത്തുമ്പോഴത്തേക്കിന് സൂം ചെയ്ത് നോക്കിയാലോ. സൂം ചെയ്ത് ഈ ഒരു ആംഗിളിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം. കുതിര തലയൊന്ന് ഉയർത്തട്ടെ. ഫ്രണ്ടിൽ നിൽക്കുന്ന കുതിര നിർത്താതെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ഒന്ന് തല പൊക്കടേ. റൂൾ ഓഫ് തേർഡ് കീപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാനാണ് നോക്കുന്നത്, പക്ഷേ തല പൊക്കുന്നില്ല കുതിര. അതേ വേറൊന്നും പറ്റും. ഓക്കെ, നമുക്കങ്ങനെ ഒരു ഷോട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എടുത്ത ചിത്രം. അതിന് മുമ്പ് എടുത്തത് കുറച്ചും കൂടെ കൊള്ളാമെന്ന് തോന്നുന്നല്ലേ. ഒരു ദൂരത്താണെങ്കിലും നല്ലൊരു സൈഡിൽ കൂടെ ഈ ഒരു സംഭവം കുറച്ചും കൂടെ ലൈറ്റുണ്ട് ഈ ഒരു ചിത്രത്തിൽ. നമ്മൾ ആദ്യം എടുത്ത ചിത്രം, അങ്ങനെ 4 ചിത്രങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഇതിനകത്തോട്ട് പോകുന്നില്ല. നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സംഭവമാണ്. അതുപോലെ ഇതിനകത്ത് കുറച്ച് സിറ്റികളും ടൗണുകളും ഒക്കെ ഉണ്ട്. അവിടെയും പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ സീരീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഗെയിം ആണെന്നും പറഞ്ഞ് തള്ളിക്കളേണ്ട കാര്യമില്ല. ഇത് മെയിൻ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ കൊറോണ ടൈമിൽ യൂസ് ചെയ്യുന്നൊരു ഗെയിമാണ്. അവരുടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യാനും സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്താനും ഒക്കെ. ഇതിനകത്ത് ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു ഗെയിമാണ്. ഇപ്പോൾ കാർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു റോഡുണ്ട്. ജസ്റ്റ് റോഡിൻ്റെ അവിടെ നിന്ന് ഈ കാർട്ടിൻ്റെ ചിത്രം എടുക്കാൻ നോക്കാം. വരട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനെ പോലെയല്ല, നമുക്കൊരു ഫീല് കിട്ടും. നമ്മൾ ഫോട്ടോ എടുക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ചെറിയൊരു ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു പിക്ക് എടുക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ചിത്രം. ഇത് ഒരു ചെറിയ റൂൾ ഓഫ് തേർഡ്, ഒരു ലീഡിങ് ലൈൻസ് ഒക്കെയുള്ള കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ചിത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു ഫ്രെയിമിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇത് മാത്രമല്ല, വേറെയും അസാസിൻസ് ക്രീഡൊക്കെ പോലുള്ള ഗെയിമിൽ ആൾക്കാർ, പുതിയ ഗെയിം, നല്ല ഗ്രാഫിക്സ് സെറ്റിങ്ങുകളുള്ള ഗെയിമിൽ ആൾക്കാർ ഇപ്പം ഇത് ചെയ്യുന്നുണ്ട്. കൊറോണ ടൈമിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊറോണ ടൈമിലെ ഫോട്ടോഗ്രാഫി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതൊരു പുതിയ രീതിയിലുള്ള ഫോട്ടോഗ്രാഫി ഞാൻ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വിർച്വൽ ഫോട്ടോഗ്രാഫി നമ്മളെ മലയാളികൾക്ക് അത്ര പിടുത്തമില്ലാത്തൊരു സംഭവമായിരിക്കാം. ഇത് 2 പേര് കുതിരപ്പുറത്ത് വരുന്നു. ഇവരുടെയും കൂടെ നല്ലൊരു ചിത്രം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തീർക്കാം. ഇത് ഇങ്ങോട്ട് തിരിയേണ്ടതാണ്, അപ്പോൾ നേരെ പോവാണ്. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞു മലയൊക്കെ ആയിട്ട് ബാക്ക് ടോപ്പൊക്കെ ആയിട്ട്.
ഇതിനകത്ത് ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ചിത്രം. നമുക്ക് ഇതിനകത്ത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലാൻഡ്സ്കേപ്പ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചെയ്യാം. ഇതിനകത്തൊരു അഡ്വാൻസ് ക്യാമറ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഞാനിതുവരെ അത് എടുത്തിട്ടില്ല. അതെടുത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. പുതിയ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വിർച്വൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ളത്. ഇതൊരു സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.